ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കുര്യൻ. ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ പറയുന്ന പോലെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ? ഫസ്റ്റ്, സെൻറ്റൻസ്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ ആശയം തരുന്ന വാക്കുകളുടെ കൂട്ടമാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോഡ് ലവ്സ് അസ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. The sun rises in the east. സൂര്യൻ കിഴക്കുദിക്കുന്നു. It will rain today. ഇന്ന് മഴ പെയ്യും. Come. അതും ഒരു സെന്റൻസ് ആണ്. ഓക്കെ. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ കാണും. ഏതൊക്കെയാണ്? സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ക്രിയ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കർമ്മം. ഐ ടീച്ച് യു. ഐ സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്നയാളായി. ടീച്ച് വെർബ്, പ്രെഡിക്കേറ്റിന് വെർബ് എന്നും പറയും. യു എന്നുള്ളത് അതിന്റെ ഫലം അനുഭവിക്കുന്നയാളാണ്, അതാണ് ഒബ്ജക്റ്റ്. ഐ ടീച്ച് യു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. സെക്കൻഡ്, ദേ ഹെൽപ്ഡ് അസ്. അവർ നമ്മളെ സഹായിച്ചു. ദേ സബ്ജക്റ്റ്, ഹെൽപ്ഡ് പ്രെഡിക്കേറ്റ്, അസ് ഒബ്ജക്റ്റ്. ഇപ്പൊ സഹായിച്ച ആളാരാ? ആരാ? ദേ. അവരെന്ത് ചെയ്തു? ഹെൽപ്ഡ്, അത് പ്രെഡിക്കേറ്റ്. ആരെ? നമ്മളെ, അസ്, അത് ഒബ്ജക്റ്റ്. ഷീ റാൻ, അവൾ ഓടി. ഷീ സബ്ജക്റ്റ്, റാൻ പ്രെഡിക്കേറ്റ്. ഇൻ ദാറ്റ് സെന്റൻസ് ദർ ഇസ് നോ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇല്ലാതെ സെന്റൻസ് ഉണ്ടാവും. അവൾ ഓടിയെങ്കിൽ അതിന്റെ ഗുണം അവൾക്ക് തന്നെ കിട്ടിയ, വേറെ ആൾ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഒബ്ജക്റ്റ് ഇല്ല. നെക്സ്റ്റ്, ഗോ. അവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രെഡിക്കേറ്റ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അതൊരു സെന്റൻസ് ആണ്. നമുക്ക് പൂർണ്ണമായ ഒരു ആശയം കിട്ടി. പോകാനാണ് പറഞ്ഞത്, ഗോ. അവിടെ സബ്ജക്റ്റ് കാണുന്നില്ല, ഒബ്ജക്റ്റ് കാണുന്നില്ല. പക്ഷെ സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. ഗോ എന്ന് പറയുമ്പോൾ യു ഗോ, നിങ്ങൾ പോകുമെന്നാണ്. ആ നിങ്ങൾ എന്നുള്ളത് യു എന്നുള്ളത് പറയണ്ട, ഗോ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഒരു സെന്റൻസിൽ 3 പാർട്ട്: സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്. പ്രവൃത്തി ചെയ്യുന്നയാള് സബ്ജക്റ്റ്, പ്രവൃത്തിയെ കാണിക്കുന്ന പദം പ്രെഡിക്കേറ്റ്, അതിന് വെർബെന്നും പറയും. അതിന്റെ ഫലം അനുഭവിക്കുന്നയാള് ഒബ്ജക്റ്റ്. ഇനി നമ്മൾക്ക് കുറച്ച് വാക്കുകളുടെ സിംഗുലർ പ്ലൂറല് പഠിക്കണം. ഏകവചനം, സിംഗുലർ ഏകവചനം, പ്ലൂറൽ ബഹുവചനം. ഇതിൽ നിങ്ങൾക്ക് സ്പെല്ലിംഗ് വിഷമമുള്ളത് തോന്നുമ്പോൾ അതൊരു 4-5 പ്രാവശ്യം എഴുതി പഠിക്കണം. ബുക്ക് എടുത്ത് പേപ്പറിൽ എഴുതി പഠിച്ചെങ്കിലേ ശരിയാവും. സിമ്പിൾ വേർഡ്സ് എഴുതണ്ട, വിഷമമുള്ള വാക്കുകൾ എഴുതി ബൈഹാർട്ടാക്കിയേക്കും. ഫസ്റ്റ്, പെൻ, പെൻസ്, ബോയ്, ബോയ്സ്, ബുക്ക്, ബുക്സ്. ഈ എക്സാമ്പിളിൽ ശ്രദ്ധിക്കുക. ഇതില് സിംഗുലറിന്റെ കൂടെ എസ് ചേർക്കുമ്പോൾ പ്ലൂറൽ കിട്ടുന്നു. പെൻ, പെൻസ്, ബോയ്, ബോയ്സ്, ബുക്ക്, ബുക്സ്. ആയിരക്കണക്കിന് വാക്കുകൾ ഇങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് ഞാൻ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ്, വേറൊരു രീതി. ബെഞ്ച്, ബെഞ്ചസ്, ബ്രാഞ്ച്, ബ്രാഞ്ചസ്, മാംഗോ, മാംഗോസ്. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ബെഞ്ച് എന്ന് പറയുന്ന സിംഗുലറിന്റെ കൂടെ ഇഎസ് ചേർത്ത് പ്ലൂറൽ കിട്ടി. ബ്രാഞ്ച്, ബ്രാഞ്ചസ്, മാംഗോ, മാംഗോസ്. ഓക്കെ. ദെൻ വേറൊരു ടൈപ്പ് വേർഡ്സ്. സിറ്റി, സിറ്റീസ്, ലേഡി, ലേഡീസ്, സ്റ്റോറി, സ്റ്റോറീസ്. പൊതുവെ വൈയിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് കൂടെ പ്ലൂറൽ കിട്ടാൻ വൈ മാറ്റിയിട്ട് ഐ എസ് ചേർത്താൽ മതി. സാധാരണ സിറ്റി നോക്കുക, സിറ്റി പ്ലൂറൽ സിറ്റീസ്, വൈ മാറ്റിയിട്ട് ഐ ഇ എസ് ചേർക്കുന്നു. നോട്ട് ചെയ്യുക. ലേഡി, ലേഡീസ്, ലേഡിയുടെ വൈ മാറ്റി ഐ ഇ എസ് ചേർക്കുന്നു. സ്റ്റോറി
പ്ലൂറൽ സ്റ്റോറീസ്. STORY സ്റ്റോറി, STORIES. എല്ലാ വാക്കുകളും ഇങ്ങനെയല്ലെങ്കിലും ബഹുഭൂരിപക്ഷം വൈയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ വൈ മാറ്റിയിട്ട് IS ചേർത്താൽ പ്ലൂറൽ കിട്ടും. ഇനി വേറൊരു രീതിയിലോട്ട് പോവുക. ലീവ്, ലീവ്സ്. ഇവിടെ എന്താ ചെയ്തത്? LEIF, ലീവ്. ആ എഫ് മുതലുള്ള അക്ഷരം മാറ്റിയിട്ട് VES ചേർക്കുക. അപ്പം പ്ലൂറൽ കിട്ടും. ലീഫ് ഇല, ലീവ്സ് ഇലകൾ. ഷീഫ്, ഷീഫ് എന്ന് പറഞ്ഞ മീനിങ് അറിയാമോ? കറ്റ എന്നാണ്. കതിരുകൾ കൂട്ടിക്കെട്ടി ഉണ്ടാക്കുന്ന കറ്റയ്ക്കാണ് ഷീപ്പ് എന്ന് പറയുന്നത്. പ്ലൂറൽ ഷീവ്സ്. SHEAVES. ആ എഫ് കളഞ്ഞിട്ട് VES ചേർക്കും. ഹാഫ്, പകുതി. പ്ലൂറൽ ഹാവ്സ്. വൈഫ്, പ്ലൂറൽ വൈഫ്സ്. വൈഫ് എന്ന് പറയുമ്പോൾ WIFE. എഫ് മുതലുള്ള രണ്ടക്ഷരം കളയണം. FE മാറ്റി VES ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ലോഫ്, ലോഫ് എന്ന് പറഞ്ഞാൽ കഷണം, പീസ് എന്നർത്ഥം, ഒരു കഷണം. ലോഫ് ഓഫ് ബ്രെഡ് എന്നൊക്കെ പറയുമല്ലോ. ലോഫ്, ലോഫിന്റെ പ്ലൂറൽ ലോസ്. LOAVES. ഇനി മൊത്തം ചേഞ്ച് വരുന്ന ഇതിൽ ഫസ്റ്റ് സിംഗുലറിന്റെ കൂടെ ഒന്നും ചേർക്കുകയോ മാറ്റം വരുത്തുകയോ അല്ല, വേറെ വേർഡാണ് പ്ലൂറല്. ഫോർ എക്സാമ്പിൾ, ദിസ്, പ്ലൂറൽ ദീസ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്, ദീസ് ഇവകൾ. ദാറ്റ്, അത്, ദോസ് അവകൾ. ലൗസ്, പേൻ, തലയിൽ കടിക്കുന്ന പേനാണ് ലൗസ് എന്ന് പറയുന്നത്. പ്ലൂറൽ ലൈസ്, പേനുകൾ. ക്രൈസിസ്, പ്ലൂറൽ ക്രൈസസ്. ക്രൈസിസ്, പ്രതിസന്ധി ഘട്ടം, ഡിഫിക്കൽട്ട് ടൈമിനാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂറലാണ് ക്രൈസസ്. പ്രതിസന്ധികൾ. അനാലൈസിസ്, അനാലൈസസ്. ബേസിസ്, ബേസസ്. ഹൈപ്പോത്തസിസ്, ഹൈപ്പോത്തസീസ്. ഒയാസിസ്, ഒയാസസ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച. പ്ലൂറൽ ഒയാസസ്, മരുപ്പച്ചകൾ. തീസിസ്, തീസീസ്. ഫിഷ്, ഫിഷ്. ഫിഷസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. പ്രത്യേക സാഹചര്യത്തിൽ പലതരം മത്സ്യങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി ഫിഷസ് എന്ന് പറയാറുണ്ടെങ്കിലും സാധാരണ ഒരു മത്സ്യത്തിന് ഫിഷ് എന്നും 10 മത്സ്യം ഉണ്ടെങ്കിലും ഫിഷ് എന്ന് പറഞ്ഞാൽ മതി. 10 ഫിഷ് എന്ന് പറയുന്നത്. ഡിയർ എന്ന് പറഞ്ഞാൽ മാൻ, ഡിയർ. മാനുകൾ എന്ന് എഴുതുന്നത് എങ്ങനെയാ? ഡിയർ എന്ന് എഴുതണം. ഒരു മാൻ, എ ഡിയർ. 5 മാനുകളാണെങ്കിലോ 5 ഡിയർ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ഇനി ഈ വാക്കുകളെല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം. ഇതൊക്കെ അത്യാവശ്യമായിട്ട് എഴുതി പഠിക്കണം, എങ്കിലേ നിങ്ങൾ ഓർമ്മ വരുള്ളൂ. എഴുതി ബൈ ഹാർട്ട് ചെയ്ത് റെഡിയാകുക. അത് തന്നെ തുടരുക. മാൻ, മെൻ, വേറെ വാക്കാം. മാൻ പുരുഷനെന്നും മനുഷ്യനെന്നും അർത്ഥമുണ്ട്. മാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ. പ്ലൂറൽ മെൻ, പുരുഷന്മാർ അല്ലെങ്കിൽ മനുഷ്യർ. വുമൺ, WOMAN, വുമൺ, സ്ത്രീ. WOMEN, വിമൻ, സ്ത്രീകൾ. വുമൺ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ, വിമൻ, സ്ത്രീകൾ. ചൈൽഡ്, കുട്ടി. ചിൽഡ്രൻ, കുട്ടികൾ. 5 കുട്ടികൾ എന്ന് പറയുന്നത് 5 ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മതി. ഒരു കുട്ടിയാണ് എ ചൈൽഡ് ഓർ 1 ചൈൽഡ്. ടൂത്ത്, പല്ല്. ഒരെണ്ണത്തിന് ടൂത്ത്, പ്ലൂറൽ ടീത്ത്, ടീത്ത് പല്ലുകൾ. ഫുട്ട്, പാദം. കാലിന്റെ പാദത്തിനാണ് ഫുട്ട് എന്ന് പറയുന്നത്, പ്ലൂറൽ ഫീറ്റ്. ഇനി ഫുട്ടിന് വേറൊരർത്ഥം കൂടി ഉണ്ട്, ഒരടി. നീളത്തിന് 1 ഫുട്ട് എന്ന് പറഞ്ഞാൽ ഒരടി നീളം. 4 അടിയാണെങ്കിൽ 4 ഫീറ്റ് എന്നേ പറയും. ഫുട്ടിന്റെ പ്ലൂറൽ ഫീറ്റ്. ഓക്സ്, ഓക്സ് എന്ന് പറഞ്ഞാൽ കാള. ഓക്സൺ, കാളുകൾ. ഓക്സ്, ഓക്സൺ. മൗസ്, എലി. പ്ലൂറൽ മൈസ്, എലികൾ. മൗസ് എന്ന് പറയുമ്പോൾ ചെറിയ എലിക്കാണ് മൗസ് എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂറൽ മൈസ്, എലികൾ. പിന്നെ സ്പീഷീസ്, ഒരു ഇനം ജീവികൾക്കാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിന്റെ പ്ലൂറലും സ്പീഷീസ് തന്നെയാണ്.
ഷീപ്പ് ഷീപ്പ് ഇവിടെ എന്താ സിംഗുലറും പ്ലൂറലും ഒരുപോലെ വരും. സീരീസ് സീരീസ്, എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ്, അതെല്ലാം സിംഗുലറും പ്ലൂറലും ഒരുപോലെ. ഇനി പ്ലൂറലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പീപ്പിൾ, പോലീസ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, പോലീസ് എന്ന് പറയുമ്പോൾ പോലീസുകാരെന്നാണ്. ഒരു പോലീസുകാരൻ എന്ന് പറയണമെങ്കിൽ എ പോലീസ് മാൻ എന്നേ പറയും. 10 പോലീസുകാരെന്ന് പറയണമെങ്കിൽ 10 പോലീസ് മെൻ എന്ന് പറയും. പോലീസിനെ മൊത്തം പറയുമ്പോൾ പോലീസ് എന്നാണ് പറയുന്നത്. പോലീസ് കള്ളന്മാരെ തേടിക്കൊണ്ടിരിക്കുന്നു, എങ്ങനെ പറയാം? ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ തീഫ്. ഈ സെർച്ചിങ് എന്ന് പറയല, പോലീസ് എന്നുള്ള വാക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആർ സെർച്ചിങ് എന്നേ പറയുള്ളൂ. അതുപോലെ പീപ്പിളും പ്ലൂറലിൽ ഉപയോഗിക്കൂ. Is that all? Thank you.